സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ അപ്പൊ ഇന്ന് നമ്മളൊരു അപ്രതീക്ഷിതമായ പെട്ടെന്ന് നമ്മളൊരു പ്ലാൻ ചെയ്തിട്ട് നമ്മള് ഒരെണ്ണം വരെ പോവാണ്. സോ എങ്ങോട്ടാണ് എന്നുള്ളത് നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം. സോ ഞാൻ ഫാമിലി ആയിട്ടുള്ള പോണേ, ഞാനും എന്റെ കുറച്ച് ഫ്രണ്ട്സും എന്റെ കൂടെ മുമ്പ് വർക്ക് ചെയ്ത ഒരു 3 പേരുണ്ട്. 5 പേരുടെ പോണേ. സോ ഞങ്ങൾ പോകുന്ന വഴിക്ക് കാണാം എന്തൊക്കെയാണല്ലോ. ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നേ ഉള്ളൂ. അതായത് എന്റെ ഫ്രണ്ട്സിനെ ഞാൻ പിക്കാൻ വേണ്ടി പോവാം. വരുന്നവർക്ക് നമുക്ക് ഇച്ചിരി ട്രാഫിക് കിട്ടി, കാരണം കുറച്ച് ഡിലേ ആയി. അങ്ങനെ പൊക്കോണ്ടിരിക്കുക, നല്ല ട്രാഫിക്കാ. മെയിൻ റോഡ് ക്രോസ് ചെയ്യാനൊന്നും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മള് നേരെ അവന്മാരുടെ റൂമിന്റെ അവിടോട്ട് പോകണം, നേരെ അവരെ പിക്ക് ചെയ്യണം. സോ അപ്പൊ നമ്മള് അവന്മാരെ പിക്ക് ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഓൾറെഡി എല്ലാരും കലിപ്പില്ല, ഞാൻ ഓൾറെഡി അരമണിക്കൂർ ലേറ്റാ. നമ്മള് ഇറങ്ങിയപ്പോഴും കുറച്ച് ലേറ്റ് ആയി പോയി. അതിന്റെ കൂട്ടത്തിൽ തന്നെ നല്ല ട്രാഫിക്കും കിട്ടി. അവരോട് പറഞ്ഞേക്കണേ ട്രാഫിക് കാരണം ഡിലേ ആയെന്നാ. പക്ഷെ സത്യം അതല്ലല്ലോ. ഇപ്പൊ വീഡിയോ കാണുമ്പോ അവൻ എന്നെ തെറി പറയും, അത് വേറെ കാര്യം. ഇപ്പൊ ഇന്ന് പ്രത്യേകിച്ച് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പോകുന്ന ഡെസ്റ്റിനേഷൻ ഞാനിപ്പോ വെളിപ്പെടുത്തുന്നില്ല, നമുക്ക് പോകുന്ന വഴിക്ക് അറിയാൻ പറ്റും. പോകുന്ന വഴിക്ക് തന്നെ നമ്മള് ഡ്രൈവ് ചെയ്ത് പോവുക, രാവിലെ റീച്ച് ആവുക, അതാണ് നമ്മുടെ പ്ലാൻ ഉള്ളത്. ഇപ്പൊ നമ്മള് നേരെ അവരുടെ അവിടെ നിൽക്കുന്നു. അവര് ഇറങ്ങി നിപ്പുണ്ടെന്നാ പറഞ്ഞത് റോഡില്. സീന് ഇതാ അവിടെ നിപ്പുണ്ട് എല്ലാവരും. എല്ലാരും വന്ന് നിപ്പുണ്ട്, നമ്മളെ മച്ചാന്മാരെല്ലാം കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു നിങ്ങൾക്ക്. സംഭവം കണ്ട് എല്ലാരും. അപ്പൊ നമ്മള് എല്ലാരെയും നമ്മള് പിക്ക് ചെയ്തിട്ടുണ്ട്. ബ്രെഡ്ലി, സിദ്ധാർത്ഥ്, കൃഷ്ണപ്രസാദ്, KP, മിഥിലേഷ്, പിന്നെ ആതിഫ് ഫോണിലുണ്ട്. യെസ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് വിടുകയാണ്. അപ്പൊ പോകുന്ന വഴിക്കാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല എവിടെയാണ്, നിങ്ങൾക്ക് വഴിയെ മനസ്സിലാക്കും നമ്മൾ എങ്ങോട്ടാ പോണത്. അപ്പൊ പോവാം. ഗണപതി പാലിന്റെ അധിപതി കട്ടാക്കിന്മേലെ ഇതാകിതല്ല, ചവിട്ടിയില്ല ഞാൻ മൂഞ്ചേനെ. അപ്പൊ നമ്മളിപ്പോ നെല്ലിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓൾറെഡി ടോൾ പ്ലാസ നമ്മുടെ പുറകിൽ കാണാൻ പറ്റും. നമ്മളിപ്പോ പൊക്കൊണ്ടിരിക്കുക, പോകുന്ന വഴിക്കാണ്. റെസ്റ്റോറൻറ്റ് നോക്കിയാൽ ഒരു ചെറിയൊരു സംഭവം ഉണ്ടായി. നമ്മുടെ വണ്ടിയുടെ ഫാസ്ടാഗ് കട്ടായതിനു ശേഷം പെട്ടെന്ന് അതിന്റെ ഡൂം വന്നിട്ട് താഴെ ഒരു ജസ്റ്റ് മിസ്സിനായിരുന്നു കണ്ണാടി പോയത്. അതിന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് മിസ് എന്ന് പറഞ്ഞാൽ ഒരു തൊട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണാടി രക്ഷപ്പെട്ടത്. അതെങ്ങാണ് തട്ടിപ്പൊട്ടിയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയില്ല ഗൈസ്. ഇപ്പം വീഡിയോ എന്തായാലും അതിന്റെ ഇടാം. വീഡിയോ ഉറപ്പായിട്ടും ഇപ്പൊ വരും. പിന്നെ ബാക്കി പോകുന്ന റൂട്ട് നിങ്ങൾ കാണാൻ നോക്കുക, എങ്ങനെയുണ്ട് വഴികളൊക്കെ. ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നത് ഇപ്പോഴും ഞാൻ പറയില്ല, നമുക്ക് പോകുമ്പോൾ കാണാം. ഇറക്കത്ത് കിട്ടും. കാണാണ്ട് ഉറങ്ങിയില്ലെങ്കിൽ ഓടിന്റെ കാര്യത്തിൽ ബാംഗ്ലൂര് ഹലോ ഗൈസ്. സോ അപ്പൊ നമ്മള് സമയം ഇപ്പം 3 മണി ആയിട്ടുണ്ട്. നല്ല മഴ കിട്ടി തുടങ്ങി. നമ്മളിപ്പോ തെരിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. തെരിക്കരയിൽ നമ്മൾ ഭദ്രാവതി പോകുന്ന റൂട്ടായിപ്പോ നല്ല മഴ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെ ഇതുപോലെ നല്ല മഴ കിട്ടാണ്. ഓൾറെഡി ഓരോരുത്തരും മയങ്ങി തുടങ്ങി. KP ഓൾറെഡി ഉറക്കാണ്. മിഥിലേഷ് കാണുന്ന പോലെ ഇല്ല, അങ്ങനെ ഉറക്കാം.
ബ്രെഡ്ലിയും ഞാനും സിദ്ധുവും മാത്രമേ വന്നുള്ളൂ. ഇപ്പൊ സിദ്ധു ട്രൈ ചെയ്തിട്ട് നല്ല മഴ ഞങ്ങൾ പ്രതീക്ഷിച്ച. ഞങ്ങൾക്ക് മഴയായിരുന്നു വേണ്ടത്, ഇന്നലെ ഒരു ട്രിപ്പിന് ഒരു എൻജോയ്മെന്റ് ഉള്ളൂ എന്നുള്ള പ്രതീക്ഷയിലാണ്. എന്തായാലും ദൈവം സഹായിച്ച് നല്ല മഴ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇന്ന് ഓഗസ്റ്റ് 15 എല്ലാവർക്കും ഇൻഡിപെൻഡൻസ് ഡേ ആശംസകൾ. ഇന്നലെ നമ്മള് ഷിമോഗ എത്തി. സാഗര എന്ന് പറയുന്ന സ്ഥലത്താണ്. രാവിലെ ഒരു 5 മണിയോടെ ആയപ്പോഴേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് റൂമുകളൊന്നും കിട്ടിയില്ല. അപ്പൊ തന്നെ ഒരു അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി അവരോട് സംസാരിച്ചു. ഒരാൾക്ക് 200 രൂപ വെച്ച് നമുക്ക് 5 പേർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. സോ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കണമെങ്കിൽ. ഞങ്ങളാകെ 3 മണിക്കൂർ എന്നുള്ളൂ. ഞങ്ങൾ ഓൾറെഡി 5 മണിക്ക് ചെക്ക് ഇൻ ചെയ്ത 5:30 ചെക്ക് ഇൻ ചെയ്ത. ഇപ്പൊ സമയം അറൌണ്ട് ഒരു 8-8:30 ആയിട്ടുണ്ടാവും. നമ്മൾ സ്റ്റേ ചെയ്ത റൂമാണ്. ചെറിയൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. സോ അതിന്റേതായ പോരായ്മകൾ ഉണ്ടാവും. സോ ബാച്ചിലേഴ്സ് ആയിട്ട് വരുന്നവർക്ക് ഇത് കംഫർട്ടബിൾ ആണ്. സോ റൂം കണ്ടോളൂ. നമുക്ക് ഓൾറെഡി ഒരു ബാൽക്കണി വരുന്നുണ്ട്. ബാൽക്കണി അത്യാവശ്യം സ്പേഷ്യസ് ആണ്. അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ബാൽക്കണിയാണ്. അതേപോലെ തന്നെ വാഷ്റൂം വിത്ത് ഹോട്ട് വാട്ടർ. ഓൾറെഡി TV വരുന്നുണ്ട്. നമുക്ക് ഒരു സെറ്റ് ഓഫ് ബോക്സ്, പിന്നെ മിറർ, ഒരു കബോർഡ് മതി. ഒരു ബാച്ചിലേഴ്സ് ലൈഫിന് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇത്ര മാത്രമേ. വന്ന കാര്യം പറയാം. നമ്മളിപ്പോ ഷിമോഗയിലാണ് ഉള്ളത്. ഷിമോഗയില് നമ്മള് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാട്ടർഫോൾസ് ജോഗ് ഫോൾ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ ഗായ്സ് നമ്മളിതാ മോർണിംഗ് തുടങ്ങിയിരിക്കുകയാണ്. ബാഗൊക്കെ ഇതാ പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്, വണ്ടിയിലോട്ട് വെച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് ഇന്ന് താമസിച്ചത് ആരാധ്യ രാഷ്ട്രകുട്ട എന്ന് പറയുന്ന ഹോട്ടലാണ്. സോ നമ്മളപ്പോ അവിടുന്ന് നേരെ ഈ ജോഗ് ഫോളിലോട്ട് പോവാം. ഇന്ന് ആഗസ്റ്റ് 15 ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. സോ അപ്പൊ നമ്മള് ഫ്ലാഗ് ഹോസ്റ്റിംഗിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി നമ്മൾ വന്നതാണ്. വളരെ അതിമനോഹരമായി തന്നെ നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് പാറി പറക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടുത്തെ ലോക്കൽ MLA യും പോലീസുകാരും ഒക്കെ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട്. സോ അവിടുത്തെ പരിപാടിയെ നമ്മൾ കഴിഞ്ഞിട്ട് നമ്മളിപ്പോ നേരെ ജോഗ് ഫോളിലോട്ട് പോവാണ്. സോ അപ്പൊ നമ്മളിപ്പം തടികപ്പാറ കഴിഞ്ഞു ജോഗ് ഫോൾസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിന് വഴി വലിയൊരു താമരയുടെ പാടമുണ്ട്. പാടല്ല, താമരയുടെ വലിയ കുള. താമരയാണോ ആമ്പലാണോ അങ്ങോട്ട് മനസ്സിലാവണില്ല. എന്തായാലും താമര പക്ഷെ പൂവില്ല. വെൽക്കം ടു ജോഗ് ഫോൾസ്. സോ ഗൈസ് നമ്മളിപ്പോ ജോഗ് ഫോൾസിന്റെ എൻട്രൻസ് എത്തിയിരിക്കുന്നു. സോ ഓൾറെഡി നമുക്ക് കാണാം ജോഗ് ഫോൾസിനെ കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. വെൽക്കം ടു വേൾഡ് ഫേമസ് ജോഗ് ഫോൾസ്. നമ്മുടെ കേരളത്തിൽ നിന്നും 2 മച്ചാന്മാരാണ് വന്നേക്കുന്നത്. അവരാണ് ആ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ രാവിലെ നമ്മള് ഹോട്ടൽ അയോധ്യ എന്ന് പറയുന്നൊരു ഹോട്ടലാണ് കഴിക്കാൻ കയറിയത്. റെയിൽവേ ട്രാക്കിന് തൊട്ടിപ്പുറത്തുള്ള ഒരു ഹോട്ടലാണ്. പക്ഷെ എന്താ ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു. അവിടെ ചെന്ന് കയറിയുണ്ട് ദോ ഇരിക്കുന്ന മഹാൻ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ട് മുട്ടയുണ്ടോ നമ്മള് പറഞ്ഞു അത് വെജിറ്റേറിയൻ ഹോട്ടലാന്ന് പറഞ്ഞപ്പോ എടുത്ത് വെച്ചേക്കുക അതിന് മുട്ട കൊടുത്തൂടെ എന്ന് ചോദിച്ച മഹാനാണിത്. രാവിലെ മുട്ട കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പിണങ്ങിയിരിക്കുന്ന വ്യക്തിയാണ്. വെജിറ്റേറിയൻ നോൺ വെജ് എന്ന് പറഞ്ഞ ഒരു ബോർഡ് തന്നെ ഉണ്ട് അവിടെ. ആയിക്കോട്ടെ, അത് അപ്പുറത്ത് അപ്പുറം വേറെ ഹോട്ടലുണ്ടേ നോൺ വെജ് അവിടെ കയറണ്ടേ എന്നിട്ടല്ലേ ചോദിക്കുക. നാട് കണ്ടില്ലേ, കേരളം പോലെയാണ്. ഇത് അതിസുന്ദരമായ മഴച്ചാറ്റിലുണ്ട്. പോകുന്ന വഴിയാണെങ്കിലും വളരെ സുന്ദരമായ സ്ഥലം. നിങ്ങള് വീഡിയോ കാണുന്ന ആരെങ്കിലും ജോഗ് ഫോൾ പോയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇതിന്റെ പ്രകൃതി സൗന്ദര്യത്തെ കുറിച്ച് നിങ്ങളൊന്ന് വർണ്ണിക്കുക. ആ മഴ വീഴുന്ന തന്നെ കാണാനൊരു വളരെ ഭംഗിയല്ലേ. നമ്മളിപ്പോൾ അടുത്തുകൊണ്ടിരിക്കുന്നത് വെറും 3 മിനിറ്റ് മാത്രം ജോഗ് ഫോളിലോട്ട്. സോ അതിന്റെ എൻട്രൻസ് ആണ്. നിങ്ങൾക്ക് നല്ല വൃത്തിയായി കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കോടാമഞ്ഞ് പാർക്കിംഗ് അഡ്വഞ്ചർ ക്യാമ്പിന്റെ മേലാണ്. ശരി, റിസോർട്ടാണ്. നമ്മള് ജോഗ് ഫോളിന്റെ എൻട്രൻസിലാണ് വന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കണേ. സോ ആ കാണുന്നതാണ് എൻട്രൻസ്. അതായത് നമ്മള് ജോഗ് ഫോളിലോട്ട് പോകുന്നത്. നല്ല തിരക്കുണ്ട്. രാവിലെ ഇപ്പം സമയം ഒരു 9:30 കഴിഞ്ഞേ ഉള്ളൂ. നല്ല തിരക്ക് ഇപ്പോഴും ഉണ്ട്. ഗ്രൂപ്പായിട്ട് പോകുമ്പം ആകെ ഒരാൾ മാത്രം പോയി ടിക്കറ്റ് എടുക്കാം. ബാക്കിയുള്ളവർ മാറി നിൽക്കുക. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് സിദ്ധാർത്ഥാണ് ടിക്കറ്റ് എടുക്കാൻ പോയേക്കുന്നത്. എൻട്രൻസിന്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ.
അപ്പം നേരെ അവിടെ നിന്ന് എൻട്രൻസിലോട്ട് കയറുന്നത്, നേരെ അങ്ങോട്ട് പോവാ. നമുക്ക് ഇവിടുന്ന് ആക്ച്വലി എൻട്രൻസിൽ വരുമ്പോഴേ നമുക്ക് താഴെ നിന്ന് സൗണ്ട് കേൾക്കാൻ പറ്റും, വെള്ളച്ചാട്ടത്തിന്റെ. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല, കേൾക്കത്തില്ല, പക്ഷെ ഇവിടുന്ന് സൗണ്ട് വരുന്നത്. ക്ലിയറായിട്ട് കാണുന്നില്ല മഞ്ഞ് കാരണം അല്ലേ? കുറച്ച് കഴിയും മഞ്ഞ് പോവാൻ. രാവിലത്തെ കോട കാരണം കാണാത്ത ക്ലിയറായിട്ട്. ഇപ്പൊ സമയം ഏകദേശം 10 മണി കഴിഞ്ഞു. ഓൾറെഡി നല്ല തിരക്കാണ്, സൂര്യൻ ഉദിച്ചു തുടങ്ങി. അപ്പോൾ ആൾക്കാരെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. ചിലവര് രാവിലെ തന്നെ വന്നവര് ഓൾറെഡി തിരിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം നല്ല മൂടൽമഞ്ഞുണ്ട്. ഒന്ന് വെയിൽ വന്നപ്പോഴാണ് നല്ല വ്യൂ ഒന്ന് കറക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിലുള്ള വ്യൂ ഉണ്ട്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് ഇരിക്കുക. ഗായ്സ് നമ്മള് ജോബ് ഫോള് കണ്ടു, ഇറങ്ങി. ഇനി അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ ഏതാ? നമ്മുടെ ഡെസ്റ്റിനേഷൻ യെസ്. അപ്പൊ നമ്മള് നെക്സ്റ്റ് ഗോവയ്ക്കാണ്. നോർമലി ഗോവ കാണാൻ മിനിമം ഒരു ദിവസം പോരാ, പക്ഷെ എന്നാലും പിള്ളേരുടെ ആഗ്രഹപ്രകാരം അല്ലേ ബ്രെഡ്ലി? ബ്രെഡ്ലിയുടെ മാത്രം ആഗ്രഹപ്രകാരം, ബ്രെഡ്ലിക്ക് വേണ്ടി മാത്രം നമ്മൾ ഗോവയിലോട്ട് പ്ലാൻ ചെയ്യാം. അപ്പൊ അടുത്ത സ്റ്റേറ്റ് പിടിക്കാനുള്ള പരിപാടിയാ. ഓൾറെഡി സമയം 10:30 നേരെ പോകുന്ന വഴിക്ക് ഇനി ഭക്ഷണം കഴിക്കണം. നേരെ നോൺ സ്റ്റോപ്പ് ഡ്രൈവ്. ഗൈസ് നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത് പശ്ചിമഘട്ട മലനിരകളിൽ കൂടെയാണ്, അതായത് വെസ്റ്റേൺ ഗട്ട്സിൽ കൂടെയാണ് നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്നത്. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുള്ള വ്യക്തി നമ്മുടെ കൃഷ്ണപ്രസാദ് നമ്മളോട് ഉണ്ട്. KP ഒന്ന് വിശദമായിട്ട് പറയുമോ, എങ്ങനെയാണ് ഈ പശ്ചിമഘട്ട മലനിരകൾ ഉണ്ടായതെന്നും ഇതിനെക്കുറിച്ച് നിനക്കറിയാവുന്ന കാര്യങ്ങളൊന്നും പറയുമോ നമ്മുടെ വ്യൂവേഴ്സിന്? അതെ, പശ്ചിമഘട്ട മലനിരകൾ ഉണ്ടായത് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് വഴിയാണ് വർഷങ്ങൾക്ക് മുമ്പ്. എന്നാലും എത്ര വർഷം ഉണ്ടാവും? ഈ ഇന്ത്യൻ ഭൂപടം മൊത്തം മഡഗാസ്കർ ഉൾപ്പെടെയുള്ള ഒരു കോണ്ടിനെന്റിന്റെ ഭാഗമായിരുന്നു. കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് കാരണം ഇവ സെപ്പറേറ്റ് ആയി ഏഷ്യൻ പ്ലേറ്റിൽ ചേർന്നു. ഇന്ത്യൻ അതായത് ഏഷ്യൻ പ്ലേറ്റിലോട്ട് വന്ന് ഇടിച്ചു കയറി ഇടിച്ചു. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഉണ്ടായതാണ് നമ്മുടെ ഹിമാലയൻ മൗണ്ടൻ നിരകളും അല്ലെ? ഹിമാലയൻ മൗണ്ടൻ ആണെങ്കിലും വെസ്റ്റേൺ ഗട്ട്സ് ആണെങ്കിലും അതിന്റെ പരിണിത ഫലമായിട്ടുണ്ടായതാണ്. ഓക്കെ. ഈ പാലക്കാട് ഗ്യാപ്പ് ഉണ്ട് വെസ്റ്റേൺ ഗട്ട്സ്. അതെ. അതായത് പാലക്കാട് ഗ്യാപ്പിലെ ആ ഒരു ഗ്യാപ്പും മഡഗാസ്കറിലെ ഇതുപോലെ സിമിലർ ആയിട്ടൊരു ഗ്യാപ്പും ഉണ്ട്. ഇത് രണ്ടും കൂടെ നമുക്ക് ഒരു ഇമാജിനേഷൻ ചേർത്ത് വെക്കാൻ പറ്റും. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? അതായത് ആ കൂടിച്ചേർന്ന് ഇടിക്കുന്നതിന് മുമ്പുണ്ടായ ഒരു ഗ്യാപ്പ് അല്ലെ, മുമ്പുണ്ടായിരുന്ന ടച്ച് ചെയ്തിരിക്കുന്ന ഒരു ഗ്യാപ്പ്. സോ ഗൈസ് ഇതൊക്കെ എനിക്കും പുതിയൊരു ഇൻഫർമേഷൻ ആണ്. നിങ്ങളെ പലർക്കും അറിയാതിരിക്കാം, എനിക്കറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ താങ്ക് യു KP, ഇതുപോലൊരു നല്ലൊരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് വേണ്ടി പങ്കുവച്ചത്. ഇവിടെ മഴ കുറെ, അവിടെ മഴ കൂടെ. ഇതാണ് നമുക്കിതാണ് വേണ്ടത്. മറ്റേ ഫ്ലാറ്റ് ബെഡ് ഉണ്ടാവും.